ഞാനൊന്നൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു എന്നുള്ളതാണ് സത്യം. ഷൈൻ ടോം ചാക്കോയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോഴും ഒരു സ്റ്റോറി എടുപ്പുണ്ട്. ഒരു 10 ഷൈൻ ടോം ചാക്കോ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഷൈൻ ടോം ചാക്കോയുടെ ഒഫീഷ്യലായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഒരു സ്റ്റോറി പുള്ളിക്കാരൻ 15 മണിക്കൂറിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഷെയർ ചെയ്ത സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്: ലഹരി ഉപയോഗിച്ച് പ്രധാന നടനിൽ നിന്നും മോശമായ അനുഭവം ഉണ്ടായി. അയാൾ സെറ്റിലിരുന്ന് വെള്ളപ്പൊടി തുപ്പി. ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല. നിലപാട് വ്യക്തമാക്കി നടി വിൻസി അലോഷ്യസ്. ഒരു നടി എന്നുള്ള രീതിയിൽ ഇതുപോലെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അവർക്ക് മലയാള സിനിമയിൽ സ്ഥാനമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കണ്ടു തന്നെ അറിയണം. എന്തായാലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വിൻസി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നടന്റെ പേര് വിൻസി പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 15 മണിക്കൂറിന് മുമ്പ് ഈ ഒരു സ്റ്റോറി എടുത്തിട്ട് കണ്ടോ പ്രതികരണശേഷിയുള്ള നടി എന്നുള്ള രീതിയിലായിരിക്കും ഈ വിൻസിയുടെ സ്റ്റോറി എടുത്തിട്ട് പുള്ളിക്കാരൻ ഷൈൻ ടോം ചാക്കോ ഷെയർ ചെയ്തു. അതുവരെ വിൻസി ആ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ വിൻസിയുടെ മറ്റൊരു വാർത്ത വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോ. ഫിലിം ചേംബറിന് പരാതി നൽകി വിൻസി അലോഷ്യസ് എന്നുള്ള രീതിയിൽ വിൻസി ആ പേരങ്ങ് പൊട്ടിച്ചു കളഞ്ഞ് ഇന്ന് കേരളത്തിലെ മീഡിയ എല്ലാം വിൻസിയുടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഏതാണെന്നൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. സ്റ്റോറി നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ സോഷ്യൽ മീഡിയ പേജിൽ അവൈലബിൾ ആണ്. കയറി നോക്കിയാൽ നല്ലൊരു ഒന്നാം കോമഡി കാണാം. ഇന്ന് രാവിലെ മറ്റൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഈ ഷൈൻ ടോം ചാക്കോ രാവിലെ ഒരു ഹോട്ടലിൽ ഇറങ്ങി ഓടുന്നു. ഷൈൻ ടോം ചാക്കോ ഓടുന്നു എന്നുള്ള രീതിയിൽ കേരളത്തിലെ മീഡിയ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഇത്രയും ഫാൻസ് ഒക്കെയുള്ള ആൾക്കാർ ആരാധിക്കുന്ന ഒരു സിനിമാ നടൻ്റെ കലാപരിപാടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് വരാമെന്നുള്ളി തോന്നുന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരന് പല കാര്യങ്ങളും ഇഷ്ടമല്ല എന്നുള്ളതാണ് സത്യം. ചില സിനിമകളൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ചില സിനിമയൊക്കെ പുള്ളിക്കാരനായിട്ട് അങ്ങ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലവും ഇതുപോലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് മലയാള സിനിമയെ സ്പേസ് കിട്ടുന്നത് എനിക്ക് പോലും അറിയത്തില്ല. ചുമ്മാ ഈ ശരീരം കൊണ്ട് ഗോഷ്ട് കാണിക്കുക, ഇതുപോലുള്ള കലാപരിപാടി. നല്ല സിനിമ അഭിനയിച്ചിട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. നല്ല സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി നല്ല ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ കിട്ടാൻ നേരത്ത് ഈ ഷൈൻ ടോം ചാക്കോ അല്ലാതെ നമുക്ക് പലപ്പോഴും സിനിമയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ പല സിനിമകളിലും ഷൈൻ ടോം ചാക്കോ എങ്ങനെയാണ്, ഷൈൻ ടോം ചാക്കോ തന്നെയാണ് ആ സിനിമയിലെ കഥാപാത്രം. ഇപ്പോൾ കുറുപ്പ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഷൈൻ ടോം ചാക്കോയുടെ നല്ലൊരു ക്യാരക്ടറാണ്. തല്ലുമല എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഷൈൻ ടോം ചാക്കോയ്ക്ക് നല്ലൊരു ക്യാരക്ടറാണ്. അതുപോലെ കുറച്ച് സിനിമാസിലൊക്കെ ഉണ്ട്. പക്ഷെ വേറെ കുറേ സിനിമ എന്ന് പറഞ്ഞാൽ ചുമ്മാ കച്ചറപ്പരിപാടി, വെറും കച്ചറപ്പരിപാടി. ഒരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയുടെ ഒരു ഫിലിം, അതിനകത്ത് അമല പോളും ഒക്കെ ഉള്ളതാണ് ഒരു ഫിലിമുണ്ട്. അതിനകത്ത് ബി ഉണ്ണികൃഷ്ണൻ്റെ പടമാണെന്നാണ് ഇങ്ങനെ ഓർക്കുന്നത്. ആ പടത്തിനകത്ത് ഷൈൻ ടോം ചാക്കോ ഒരു പോലീസുകാരനായിട്ടാണ് കാണിക്കുന്നത്. ഒരു സർക്കിൾ ഇൻസ്പെക്ടറോ മറ്റൊക്കെ ആയിട്ടാണ്. അയ്യേ, ആ സിനിമ കണ്ടിട്ട് ഈ പോലീസ് എന്താണെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് കോമഡി ഫീൽ ചെയ്യുന്നു. ഇതിനകത്ത് വന്നിട്ടിരുന്ന് ഡയലോഗ് അടിക്കുന്നു, ഈ ഇരുന്നിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെയും ഷൈൻ ടോം ചാക്കോ. ഇതൊക്കെ ഇരുന്ന ഒരു പോലീസുകാരൻ്റെ റോൾ ചെയ്യാൻ നേരത്തെ കാണിക്കുന്നു. ബോറ് കലാപരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവസരം എങ്ങനെ കിട്ടുന്നു ഇല്ല. ഇപ്പോൾ രാവിലെ പുള്ളിക്കാരനെ ഇറങ്ങി ഓടുന്നു. എന്തിന്? ഒരു ഹോട്ടലിൽ നിന്ന് ഓടുന്ന ഒരു വിഷ്വൽ പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പോലീസിൻ്റെ ലഹരിയുടെ സെർച്ചിനിടയ്ക്ക്. അതുപോലെ തന്നെ വിൻസി ഇപ്പോൾ അവരുടെ പേര് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പുള്ളിക്കാരനൊക്കെ എടുത്ത് സ്റ്റോറി ഇട്ട് അത് ഞാനല്ല എന്ന് തെളിയിക്കാൻ പല കലാപരിപാടിയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള നടിമാർക്കൊന്നും മലയാള സിനിമയിലൊന്നും സ്പേസ് കിട്ടത്തില്ല. വിൻസിയൊക്കെ ചെയ്ത് വലിയ കാര്യമാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ അത്യാവശ്യം തൻ്റെ ഇടമൊക്കെ വേണം. പക്ഷേ ഇനി മലയാള സിനിമയിൽ വിൻസി എന്ന് പറഞ്ഞൊരു നടിയാണ്. അവർക്ക് മലയാള സിനിമയിൽ ഇനി എത്രത്തോളം സ്പേസ് ഉണ്ടാകും എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ പ്രതികരിച്ച ലഹരിക്കെതിരെയാണ്. അപ്പോൾ ലഹരിക്കെതിരെ എന്ന് പറയുന്ന നേരത്ത് ഈ മലയാള സിനിമയിൽ സ്ത്രീകൾക്കൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ നിന്ന് പോലും വിൻസിക്ക് സപ്പോർട്ട് കിട്ടുമോ ഇനി കണ്ടറിയണം അല്ലേ. ഇപ്പോൾ മലയാള സിനിമയിൽ സ്ത്രീകൾക്കൊരു കൂട്ടായ്മയുണ്ട്. പാർവതി തിരുവോത്ത്, അതുപോലെ തന്നെ റീമ കല്ലിങ്കൽ, ഇതുപോലുള്ള കുറേ കൂട്ടായ്മയൊക്കെ ഉണ്ട്. ഇവരൊക്കെ പിന്തുണയ്ക്കുമോ? ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്, ഗീത മോഹൻദാസിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വിൻസിക്ക് അനുകൂലമായി വരുന്നത് ഞാൻ കാത്തിരിക്കുകയാണ്. ഇതോടെ നമുക്കറിയാൻ പറ്റും സ്ത്രീ കൂട്ടായ്മ കേരളത്തിലെ സിനിമാ മേഖലയിൽ അവർക്ക് വേണ്ടി തന്നെയാണോ അതോ ബാക്കിയുള്ള സ്ത്രീകൾക്ക് കൂടി ഉള്ളതാണോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. എന്തായാലും ഇന്ന് ഞാനൊരു സ്റ്റോറി കണ്ടു. ആ സ്റ്റോറി വാർത്തയ്ക്ക് ശേഷമാണ് കണ്ടത്. ഇത് ഡിലീറ്റ് ചെയ്യാൻ ഷൈൻ ടോം ചാക്കോ മറന്നു എന്ന് തോന്നുന്ന സംഭവം. എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും. പലപ്പോഴും അർഹതയില്ലാത്ത പലരും നമ്മൾ സിനിമ കാണാൻ പോകുന്നിടത്ത് ആ സിനിമയുടെ ഒരു ക്യാരക്ടറായിട്ട് വരാറുണ്ട്. പലരും കച്ചറ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർ. പലപ്പോഴും സൊസൈറ്റിക്ക് ഒരു മാതൃക കൂടി കാണിക്കേണ്ടവരാണ് ഈ സിനിമാ നടന്മാരൊക്കെ. പല സ്ഥലത്തും കച്ചറ ഉണ്ടാക്കുന്ന പലരും വീണ്ടും ചില സിനിമയുടെ ഭാഗമാകാൻ നേരത്ത് പല സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യാം.